पूरे देश को ये बताने आया हूं कि हमने 3 कृषि कानूनों को वापस लेने का, रिपील करने का निर्णय लिया है। इस महीने के अंत में शुरू होने जा रहे संसद सत्र में, इसी महीने में, हम तीनों कृषि कानूनों को रिपील करने की संवैधानिक प्रक्रिया को पूरा कर देंगे। साथियों, मैं आज अपने सभी आंदोलनरत किसान साथियों से आग्रह कर रहा हूं, आज गुरु पर्व का पवित्र दिन है। अब आप अपने अपने घर लौटे, अपने खेत में लौटे, अपने परिवार के बीच लौटे। आइए एक नई शुरुआत करते हैं, नए सिरे से आगे बढ़ते हैं। മണ്ണിൽ പണിയെടുക്കുന്നവരുടെ പോരാട്ടവീരനും ആത്മാഭിമാനത്തിനും മുന്നിൽ തല കുനിച്ചു നിൽക്കുകയാണ് നരേന്ദ്രമോദി. തല തിരിഞ്ഞതെന്ന് ലോകം മുഴുവൻ വിധിയെഴുതിയിട്ടും 56 ഇഞ്ച് നെഞ്ചളവിന്റെ വീരസ്യം പറഞ്ഞ് നിയമങ്ങൾ നടപ്പാക്കിയ പ്രധാനമന്ത്രിക്ക് അടിതെറ്റിയത് കർഷകരുടെ വർഗബോധത്തിന്റെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ സമരവീര്യത്തിന്റെയും മുന്നിലാണ്. മറ്റാരും ഈ മഹാവിജയത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വരണ്ട. AC മുറിയിൽ നിന്ന് പുറത്തിറങ്ങി ട്രാക്ടർ ഓടിച്ച് ഷോ ഓഫ് നടത്തിയവരും വിജയത്തിന്റെ പങ്കുപറ്റാൻ വരികയേ വേണ്ട. കേരളത്തിന് പുറത്ത് 10 ആൾ തികച്ചെടുക്കാനുണ്ടോ എന്ന് സംഘപരിവാറും കോൺഗ്രസും ആക്ഷേപിക്കുന്ന അതേ CPIM-ഉം അഖിലേന്ത്യാ കിസാൻ സഭയുമാണ് കർഷകർക്ക് പിന്തുണയുമായി സമരവേദികളിൽ നിറഞ്ഞു നിന്നത്. രക്തസാക്ഷികളുടെ ചോരയിൽ ചുവന്ന അതേ ചെങ്കൊടിയാണ് മഹാസമരത്തിൽ മണ്ണിന്റെ മക്കൾക്ക് തണലായത്. നിങ്ങൾ ഞങ്ങളെ എത്ര അടിച്ചമർത്തുന്നുവോ അത്രമേൽ നിവർന്നു നിൽക്കാൻ ഞങ്ങളും ശ്രമിക്കുമെന്നാണ് ഓരോ തവണയും കർഷകർ ഭരണകൂടത്തോടും സംഘപരിവാറിന്റെ കൂലിക്കാരോടും വിളിച്ചു പറഞ്ഞത്. हाँ, तो हम भी तो आत्मनिर्भर बनना चाहते हैं। हमारी फसलों के भाव दे दो। ये सारा किसान आया है गांव से, ये अपनी फसलों को आधे रेट में बेच के आया है। आत्मनिर्भर तो बनना चाहते हैं हम भी, हमारा हिसाब किताब करवा दो। 700ഓളം കർഷകരാണ് ഈ ഐതിഹാസിക സമരത്തിൽ രക്തസാക്ഷികളായത്. ഏത് മഹാസൗധത്തിൽ പോയൊളിച്ചാലും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആ ജീവനുകൾക്ക് ഉത്തരം പറഞ്ഞേ മതിയാകൂ. ലോകം ശ്രദ്ധിച്ച് സമരം ആരംഭിച്ച് 1 വർഷം തികയാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് വിവാദ നിയമങ്ങൾ പ്രധാനമന്ത്രി പിൻവലിച്ചത്. വരാൻ പോകുന്ന ഉത്തർപ്രദേശ്, പഞ്ചാബ് അടക്കമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടാണ് ഇപ്പോഴത്തെ നീക്കമെന്നത് വ്യക്തം. ये तीनों कानून वापस ले रहे हैं, उनको उतरना पड़ा उनकी घमंड से कि 1 साल तक यही बोलते रहे कि नहीं, वापस नहीं होंगे। अब उनको करना पड़ा, शायद चुनावों को ध्यान में रखते हुए। लेकिन ये बात पूरी नहीं है। 3 कानूनों के साथ साथ हमारे अन्नदाता की मांग है और जायज़ मांग है कि कानूनी अधिकार मिले उनको, हर हमारे प्रोडक्ट, एग्रीकल्चरल प्रोडक्ट को MSP पे बेच सके। वो अधिकार को कानूनी तौर पर जैसे ही ये लॉस को विड्रॉ करने की बात आएगी, उसी के साथ साथ ये कानून को भी लागू करना होगा पार्लियामेंट के अंदर। വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെ തിരിച്ചടിയും മാറി ചിന്തിക്കാൻ കേന്ദ്രത്തെ പ്രേരിപ്പിച്ചു. कि 1 साल इसके लिए रुकने की ज़रूरत नहीं थी। हमारे 700 से ज़्यादा किसान शहीद हुए हैं इस आंदोलन में। इसको टाल दिया जा सकता था अगर प्रधानमंत्री जी ने इसके पहले ही ये निर्णय लेते। नंबर 1। नंबर 2, MSP का जो गारंटी वाला कानून का, जो हमारे संयुक्त किसान मोर्चा की दूसरी बहुत ही बुनियादी मांग है, उसके ऊपर अभी भी मुझे जो लगता है प्रधानमंत्री जी ने कुछ बोला नहीं है, कॉन्क्रीट कुछ बोला नहीं है। तो ये मांग हमारा बहुत ही बुनियादी है और ये भी मांग के ऊपर कुछ ना कुछ प्रधानमंत्री और सरकार को कुछ करना पड़ेगा, नहीं तो ये आंदोलन खत्म नहीं होगा। ये एक बात है. പക്ഷേ ഇവിടം കൊണ്ടൊന്നും ഇത് അവസാനിക്കില്ല. കർഷക ശരീരങ്ങൾക്ക് മേൽ വണ്ടി ഓടിച്ചു കയറ്റിയ മന്ത്രിപുത്രന്മാരും അവരെ പിന്തുണച്ച യോഗിമാരും സമരം ചെയ്യുന്നവരെ തീവ്രവാദികളെന്ന് ആക്ഷേപിച്ച ചാണക നിരീക്ഷകന്മാരും കാലത്തിനു മുന്നിൽ മറുപടി പറയേണ്ടി വരും.
നമ്മളൊന്ന് ചിന്തിക്കണം. സഹനങ്ങളുടെ പരകോടി കണ്ടാണ് കർഷകർ സമരമുഖത്ത് തുടർന്നത്. ഭരണകൂടത്തിൻ്റെ ഭീകരമായ ആക്രമണങ്ങളോടൊപ്പം കോവിഡിൻ്റെ അദൃശ്യമായ സാന്നിധ്യത്തെയും അവർ നേരിട്ടു. ഏതെങ്കിലും വേളയിൽ അവർ പിന്തിരിഞ്ഞിരുന്നുവെങ്കിൽ നാളെ നമ്മൾ ഉണ്ടാകുമായിരുന്നില്ല, വരും തലമുറകൾ ഉണ്ടാകുമായിരുന്നില്ല. അതെ, സംഘടിച്ച് പോരടിച്ച് നേടിയതല്ലാതെ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല, ഇനിയൊട്ട് ഉണ്ടാകാനും പോകുന്നില്ല. So we'll wait for the withdrawal in the parliament. Secondly, it will not serve the purpose of the farmers, because we are demanding along with this the MSP Act. That is the main problem. Farmers are committing suicide because they are not getting price. So till MSP Act is not passed, these three act withdrawal will not serve any new purpose. This act, so far it is not there, so it is not going to serve full purpose. We demand that MSP Act should be enacted, only then farmers' problem will be solved. And we are going to observe 1 year on 26th November. All over India, lakhs and lakhs farmers will be on the street to observe 1 year of the struggle. Let us see. We may have even observed that as a victory rally. പോരാട്ടങ്ങളില്ലാതെ നേട്ടങ്ങളില്ല. അഭിവാദ്യങ്ങൾ കർഷക പോരാളികൾക്ക്, പോരാട്ടപാതയിൽ സ്വന്തം ജീവൻ നൽകിയ അനശ്വര രക്തസാക്ഷികൾക്കും.